ചുറ്റിക കൊണ്ടുള്ള അടികൊണ്ട് കുഞ്ഞനുജന്റെ ഒരു കണ്ണ് അകത്തേക്ക് കയറിപ്പോയി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം സംബന്ധിച്ച് ഇതുവരെ ലഭ്യമായ വിവരം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിവരങ്ങൾ ഇവയാണ്. പ്രതിയായ 23-കാരനായ അഫാൻ ലഹരിക്കടിമയായിരുന്നു. ലഹരി ഉപയോഗത്തിനായി പലരോടും കടം മേടിക്കുകയും ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത അഫാൻ ഉണ്ടായിരുന്നു എന്നാണ്. അഫാന്റെ ഈ ശീലം അറിയാവുന്ന കുടുംബക്കാരും ഉറ്റ ബന്ധുക്കളും അഫാനെ ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യുമായിരുന്നു. ലഹരി ഉപയോഗത്തിനാണ് പണം കടം ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീട്ടുകാരും ബന്ധുക്കളും അഫാന് പണം കൊടുത്തില്ല. ലഹരി ചെല്ലേണ്ടുന്ന സമയത്ത് ചെല്ലാതെ, ലഹരി മേടിക്കുവാൻ കാശില്ലാതെ അഫാന് എല്ലാവരോടും പകയായി. എങ്ങനെയോ കടം മേടിച്ച പണം കൊണ്ട് ലഹരി ഉപയോഗിച്ച അഫാൻ അടുത്ത കാലത്ത് കണ്ട മാർക്കോ സിനിമയിലെ സൈറസ് എന്ന കഥാപാത്രമായി മാറി. ആ കഥാപാത്രത്തെ പോലെ കയ്യിലൊരു ചുറ്റികയുമായി ഒരു സൈഡിൽ നിന്നും കൊന്നുതള്ളി. മാർക്കോ ചിത്രത്തിലെ ആ കഥാപാത്രം എല്ലാവരെയും തലക്കടിച്ച് മുഖം വികൃതമാക്കിയാണ് കൊല നടത്തിയത്. അതുപോലെ വെഞ്ഞാറമൂട് കൊലപാതകത്തിലും എല്ലാവരുടെയും തലയിലും മുഖത്തും ചുറ്റിക കൊണ്ടടിച്ച് മാരകമായ മുറിവുകൾ ഉണ്ടാക്കിയാണ് കൊല നടത്തിയത്. ചുറ്റിക കൊണ്ടുള്ള അടികൊണ്ട് കുഞ്ഞനുജൻ 9-ാം ക്ലാസ്സുകാരനായ അഫാന്റെ ഒരു കണ്ണ് അകത്തേക്ക് കയറിപ്പോയിരുന്നു. ഏറ്റവും മാരകമായി ചുറ്റികയ്ക്കടിച്ച് തകർത്ത് കളഞ്ഞത് പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയായിരുന്നു. 20-ലധികം തവണ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് തകർത്തു. അതുപോലെ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് കാമുകി ഫർസാനിയുടെ മുഖം പൂർണ്ണമായി തകർന്നിരുന്നു. പേരുമലയിലെ അവസാനത്തെ കൊലപാതകങ്ങൾക്ക് ശേഷം 4 കിലോമീറ്റർ അകലെയുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിൽ വൈകിട്ട് 6:30 അഫാൻ ഓട്ടോയിലെത്തി സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ആദ്യം കണ്ട പോലീസുകാരനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: പാങ്ങോടും പുല്ലമ്പാറയിലും പേരുമലയിലുമായി 5-6 പേരെ തട്ടിയിട്ടുണ്ട്, എല്ലാവരും മരിച്ചു കാണും. പ്രതി അഫാൻ 95-കാരിയായ ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം ബൈക്കിൽ മടങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 1 മണിയോടടുത്താണ് അഫാൻ സൽമ ബീവിയുടെ വീട്ടിലെത്തുന്നത്. 9 മിനിറ്റിനകം കൊല നടത്തി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് CCTV-യിൽ പതിഞ്ഞിട്ടുള്ളത്. അഫാൻ ആദ്യം കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഉമ്മ ഷമിയെ ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണം കേൾക്കുക. വിളിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ നമ്മള് ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മൾ ഓണറിന്റെ വീട് എവിടെയാണ്, അപ്പോൾ ഓണറിന്റെ അടുത്ത് ഒന്നും കൂടി ചെന്ന് നോക്കാൻ പറഞ്ഞ കാര്യമുള്ളതാണോ. ഓണർ വന്നിട്ട് നമ്മളെ പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓടി വന്നപ്പോൾ നമ്മളൊരു 6:30-7 മണിക്കകത്ത് ആ സമയത്താണ് ഇവിടെ എത്തിയത്. വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് പെട്ടെന്ന് ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട്. അപ്പം അകത്ത് അവന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനും കൂടെ അകത്ത് കയറി പോയി. അകത്ത് കയറിപ്പോ എടാ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ വളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കയറ്റി. ഉമ്മയുടെ ബാക്ക് തലയുടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ എടുത്ത് കയറ്റി. അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോൾ നമ്മളെ ബാക്കിരുന്ന ആളിന്റെ കൈ തന്നെ അവൻ്റെ ഉമ്മ മുറുകെ പിടിച്ചിരുന്നു. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുല ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയൊക്കെ പതുക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ബാക്കിരുന്ന ആള് പറഞ്ഞാണ് കൈയൊക്കെ എടുക്കാൻ തുടങ്ങി, സ്പീഡിനെത്തി പെട്ടെന്ന് പോകുന്നു പറഞ്ഞു. അങ്ങനെ നേരെ ഗോകുല ആശുപത്രിയിൽ നിന്ന് കയറ്റി. അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മളെ നേരെ കയറ്റിയാണ് ചെയ്തത്. അപ്പം എൻ്റെ കൂട്ടുകാരൻ തന്നെ അരുണെന്ന് പറയുന്നത് അവൻ 2-3 ആംബുലൻസ് കൂടെ വിളിച്ചിട്ട് അവൻ പറഞ്ഞാടാ ബാക്കി 2 പേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു. ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി. 2 കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല, മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി. അങ്ങനെയാണ് ഇരിക്കുന്നത്. മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവിളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട്. എല്ലാവർക്കും മുഖത്താണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. വേറെ ശരീരത്തിൽ വേറെ എങ്ങും മുറിവൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചേക്കുന്നത്. ഉമ്മാക്കും മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് ഇതായിട്ടിരിക്കുന്നത്. നെറ്റിക്കല്ല, കാരണം നെറ്റി ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത്, തോക്ക് വെച്ച് വെടിവെച്ചെന്ന് അങ്ങനെ. പിന്നെയാണെല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ്. കാരണം ഇവിടെ കൂടെ തുളച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്, ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട്. പെണ്ണിന്റെ മാത്രം. മറ്റേ പയ്യന് കണ്ണും ഉമ്മാക്ക് ബാക്ക് സൈഡായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചറിൽ നിന്ന് നമ്മളെ സ്ട്രെച്ചറിൽ നിന്ന് അവരുടെ സ്ട്രെച്ചറിലോട്ട് എന്റെ കൈ ആ ഉമ്മയുടെ തലയ്ക്കകത്ത് കയറിപ്പോയി. ഈ വിരല് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലയ്ക്കകത്തോട്ട്. തല ഓട്ടിയിൽ കൈ തട്ടിയിട്ടുണ്ട്. എന്റെ നല്ല ആഴത്തിലായിരുന്നു.
നമ്മളൊരു റൗണ്ട് കണക്ക് 2 സൈഡും ഇവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ തുളച്ചങ്ങ് അകത്തോട്ട് കയറിയിരിക്കുക. അവൻ്റെ ഉമ്മാണെന്ന് പറയുമ്പോൾ ബാക്കിലെ മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം മുടി ഞാൻ അവിടെ വെച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വണ്ടി കഴിയപ്പോൾ മുടി മൊത്തം വാരി കളയാണ് ചെയ്തത്. മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അത് ഇനി ബാക്ക് ഇത്രയല്ലേ ചെത്തി കണക്കെടുത്തായി പോയി. തലയോട്ടി സഹിതം ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇരുന്നത്. ബാക്ക് സൈഡും കവിളിലെ എല്ലുകൾ എല്ലാം നല്ലോണം കാണാൻ പറ്റും. നമ്മൾ ഈ പെട്ടെന്ന് അടി കൊണ്ട് കണക്കല്ല, അതിന് മുമ്പായിട്ട് നല്ലോണം ഈ കൊച്ചിനെ അടിച്ചിട്ടുണ്ട്. ഈ മുഖത്ത് നല്ല നീരിറങ്ങി കവളെല്ലാം അങ്ങനെ തൂങ്ങി അങ്ങനെ ഇറങ്ങിയെങ്കിലും ഒരുമാതിരിയായി പോയി കിടക്കുന്ന മുഖം. നമുക്ക് ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ കുട്ടീനെ എനിക്കറിയാം. കുട്ടി എൻ്റെ വീടിൻ്റെ അവിടെയാണ് കുടുംബ വീട്. അവിടെയൊക്കെ വരുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടി സ്ഥാനം. ആ കുട്ടി അവിടെയൊക്കെ വരുന്നതായിരുന്നു. ഞാൻ കണ്ടിട്ട് ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വെഞ്ഞാറോട് വെച്ചും കണ്ടതാണ്. പെണ്ണ് ഇവൻ്റെ കൂട്ടുകാരെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അല്ലാതെ ഞാൻ നേരിട്ടൊന്നും ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല. ഈ പെണ്ണിനെ മാത്രം ഞാൻ അങ്ങും വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാവുന്ന കുട്ടിയായിരുന്നു. അഫാൻ ലഹരിക്കടിമയായിരുന്നു എന്നും മുൻപും എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കൊച്ചു പയ്യനാണ് ഇവൻ. വേറെ അങ്ങനെ പ്രശ്നമൊന്നുമുള്ളതല്ല. എല്ലാവരുമായിട്ടും എനിക്കറിയാം, ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല അത്യാവശ്യം ഇതാണ്. പിന്നെ കുറച്ച് നാളായിട്ട് ഇവന് കുറച്ച് ആഡംബര ജീവിതം. ഇവൻ പൈസ ചോദിക്കുന്നു, എല്ലാവരുടെ പൈസ ചോദിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ ബന്ധുവാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എല്ലായിടത്തും പൈസ ചോദിക്കും. പൈസ ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ ഇവന് ദേഷ്യമാണ്. ഈ വൈരാഗ്യമാണ് ഇവരെല്ലാവരുടെ വെച്ചുകൊണ്ടത്. അപ്പോൾ ഇവനെ ചിലവിന് കൊടുക്കാൻ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. 3-4 ദിവസമുള്ള ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവർ എല്ലാവരും എതിർത്തു. ഈ അച്ഛനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇതിനെ എതിർത്തതാണ്, കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ ഉപദേശിക്കുക ചെയ്യുമായിരുന്നു. ഇവരുടെയൊക്കെ വിചാരം മോനല്ലേ, മോനാവുമ്പം പറഞ്ഞാൽ കേൾക്കും എന്നുള്ള രീതിയിൽ കുട്ടികളുടെ 23 വയസ്സും 22, 20 വയസ്സായ പിള്ളേരുടെ അടുത്തൊക്കെ നമ്മൾ ഉപദേശിക്കുന്ന രൂപമാണ്. അവൻ ഇതെല്ലാം വൈരാഗ്യമായിട്ട് കൊണ്ടിട്ടുണ്ട്. അവൻ ഡ്രഗ്സിൻ്റെ അടിമയാണ്. ആദ്യമൊക്കെ എല്ലാവരും പൈസയൊക്കെ ഉള്ളപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കും. ഞാനിപ്പോൾ കൊടുക്കാതായപ്പോൾ എല്ലാവരോടും വാശി കയറി. അപ്പോൾ ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാൻ വീട്ടുകാർ പറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ വാശിയാണ് ഈ കുട്ടി വിളിച്ചുകൊണ്ട് വന്ന കുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാനായിട്ടുള്ള ഇത്. അതായിരിക്കും ആ കുട്ടിയെ കൊന്നത്. അവരുടെ നിന്നും പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് വാപ്പയാണ് ആ കടമൊക്കെ തീർത്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചാൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പല കടങ്ങളും അദ്ദേഹം പൈസ ഉണ്ടായിരുന്നപ്പം കടമൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം പുള്ളിക്ക് പോലും ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, കടം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ആരും പുള്ളിക്ക് വീട്ടിൽ നിന്ന് പൈസയൊന്നും കിട്ടത്തില്ല. ആൺകുട്ടികളല്ലേ, അപ്പം അല്ലെങ്കിൽ ബഹളം വെക്കും, അപ്പം എന്തെങ്കിലും കൊടുക്കും. അത് നമ്മളെ വീട്ടിൽ ആൺമക്കളുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മളെല്ലാവരും ചോദിക്കും, എന്തിനീ മക്കളെ ചോദിക്കുമ്പോൾ കൊടുക്കണമെന്ന് ചോദിക്കും. പക്ഷേ ഈ മക്കൾ ഈ സിനിമയും ഇതുമൊക്കെ കണ്ടിട്ടല്ലേ വരുന്നത്. സഹോദരനുമായിട്ട് അവൻ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് കുഞ്ഞിലെ അവൻ എലിവിഷം അടിച്ചിട്ടുണ്ട്. അന്ന് കൊച്ചിലെ ആർക്കും ഇവൻ ഇഷ്ടമല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവനുണ്ടായിരുന്നു. എല്ലാവർക്കും അനിയനെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്ന് കേൾക്കണം. എൻ്റെ ഭാര്യയുടെ കുടുംബമാണ്. അപ്പം പറഞ്ഞു കേട്ടതാണ്. ഇവൻ വിഷം കഴിച്ചിട്ടുണ്ട്. അന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താണ് ഇവനെ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഇവൻ പുറമേ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് മുമ്പുള്ള വൈരാഗ്യം കിടന്നിട്ടുണ്ടാവും എല്ലാവർക്കും. പക്ഷെ ഇപ്പം സ്വാഭാവികമായിട്ടും ഇവൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ, പക്ഷെ ഇവൻ ഇത്രയും ക്രൂരമായിട്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇത്രയും ചെയ്യാനായിട്ടുള്ള മനസ്സൊന്നുമില്ല. നോർമലി അങ്ങനെ ഒരു ക്രിമിനൽ ഇതല്ല ഇവൻ. ഈ ഡ്രഗ്സിൻ്റെ അഡിക്ഷനിലൂടെ ഇവൻ ഇങ്ങോട്ട് ഇങ്ങനെ കിട്ടാതിരുന്നപ്പോൾ വയലൻ്റ് ബൈപ്പോളറായിരിക്കും. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചാണ് ഈ അമ്മൂമ്മയുടെ അടുത്ത് വന്നത്. സ്വർണവും പ്രതീക്ഷിച്ച് വന്നതാണ്. അപ്പോൾ അവരെതിർത്തിട്ടുണ്ട്. അവരങ്ങനെ ആർക്കും കൊടുക്കുന്നതൊന്നുമല്ല. അപ്പം എതിർത്തിട്ടുണ്ടാവും. അവിടെയും വേറെ 2 കൊച്ചച്ഛനും കുഞ്ഞമ്മേൻ്റെ അടുത്ത വീട്ടിലുണ്ട്. അവരും ഇവനെ എപ്പോഴും വഴക്കൊക്കെ ഉപദേശിക്കുകയും ചെയ്യും. അദ്ദേഹം പട്ടാളക്കാരനാണ്. അപ്പം ആ ഒരു കിട്ടിയ അവിടെ അവരെ കണ്ടില്ല. അങ്ങനെയാണ് നേരെ താഴോട്ട് പോയി അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചത്. അമ്മൂമ്മ കൊടുത്തില്ല, അവരെ കൊന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പം ഇവൻ കൊലപാതകത്തിന് ശേഷം ഇവന് പേടി തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും വീട്ടിൽ ചെന്ന്. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞ് പെൺകുട്ടിയെ തിരിച്ച് ഇങ്ങനെ ഈ പെൺകുട്ടിയെ ഇങ്ങനെ വീട്ടിൽ നിർത്താൻ പറ്റില്ല, കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് ആ സ്പോട്ടിലുണ്ടായ പ്രകോപനമായിരിക്കും. ഉമ്മായ അങ്ങനെ 1-2 പറഞ്ഞ് തെറ്റിയപ്പോൾ ഉമ്മായ ഉപദ്രവിച്ചു, അനിയനെ ഉപദ്രവിച്ചു. അപ്പോൾ ഇത് ഇത്രയും കൊലപാതകം വന്നപ്പോൾ പിന്നെ ഇത് ചിലപ്പം മിക്കവാറും ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് കിട്ടാതെ ഈ സാധനം കിട്ടുന്നില്ലല്ലോ. കിട്ടാതിരുന്നപ്പോൾ ഉള്ള ഫ്രസ്ട്രേഷനായിരിക്കും. വേറെ ഒന്നുമില്ല. ഈ കുട്ടികൾ ഇങ്ങനത്തെ സിനിമകളും നമ്മളെല്ലാവരും ഇപ്പോൾ ഏറ്റവും കോടിക്കണക്കിന് രൂപ കളക്ഷനുള്ള സിനിമകളെല്ലാം നമ്മൾ നോക്കിയാൽ ഇതുപോലത്തെ കുട്ടികളുടെ ഡ്രഗ്സും വയലൻസും, കൊച്ചു കുട്ടികളുടെ വയലൻസിന്, അതായത് അഡolescence
പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അതാണ് ശരിയെന്ന് തോന്നുന്ന സിനിമകളല്ല ഇപ്പൊ വിജയിക്കണ എല്ലാം. നമുക്കവിടെ ജനിച്ചു വളർന്നതാണ്. ഇവര് 11 മക്കളിൽ ഒരു ചേച്ചി മാത്രമേ മരിച്ചിട്ടുള്ളൂ, ഒരു താത്ത. ബാക്കി എല്ലാ മക്കളുമാണ്. ഇത് ഇളയ ആളിൻ്റെ മകനാണ്, ഇളയ റഹീമിൻ്റെ മകനാണിത്. കാരണം ഇവ അവിടെ വരികയും ഇവരിന്ന് സാമ്പത്തികമായിട്ട് വാങ്ങുകയും എടുക്കുകയും പോവുകയും നല്ല സഹകരണം കാര്യങ്ങൾ കുടുംബമായിട്ട് എന്നൊക്കെ പറയുന്ന അത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നൊരു നല്ല കുടുംബമാണ്. അത്രയും നല്ല നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മൾ നല്ല അവലാക്കാണ്. അപ്പോൾ ഇവനിങ്ങനെ കാണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ആർക്കും ഇല്ലായിരുന്നു. ഇന്നലെ പുലിപ്പാറ നമ്മളെ വാർഡിൽ ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ പള്ളിയിലെ കളക്ഷൻ എടുക്കുന്ന ഒരു ആളീനുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ പൈസ വാങ്ങാനായിട്ട് ചെല്ലുമ്പോഴും ഇവരവിടെ കൊണ്ട് ഒരു പൈസയൊക്കെ എല്ലാം എടുത്ത് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഇത് 1 മണിക്ക് ശേഷമുള്ള സംഭവം. വൈകുന്നേരത്ത് രണ്ടാമത്തെ താത്ത അവിടെ കൂട്ടുകിടക്കാൻ വരും നാള്. അങ്ങനെ വന്ന സമയത്താണ് ഇങ്ങനെ മാറി ബ്ലഡ് കുളിച്ച് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് സംശയിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവർ തലയടിച്ച് വീഡിയോ എടുക്കുകയും ചെയ്യുന്നുള്ള ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഈ സംഭവം ഇത് അറിഞ്ഞുകൊണ്ട് ഈ ലത്തീഫൊക്കെ എല്ലാവരും ഫോൺ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ പേരുമലയും അവിടെയൊക്കെ ഫോൺ ചെയ്യുമ്പോഴും ഫോൺ എടുക്കാതെ വന്ന സംശയം കാരണമാണ് അവിടെയും വേണ്ടി തിരക്കി ചെല്ലുമ്പോഴാണ് ഈ സംഭവങ്ങൾ അവിടെയും വിഷയം ഈ പേരുമലയും വിഷയമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെയാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ അറിഞ്ഞ് എല്ലാവരെയും അറിയിച്ച് വരുന്നത്. പിന്നെ എൻ്റെ വാപ്പ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളായി വന്നിട്ട് പിന്നെ കുറച്ചാളായി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയുന്നില്ല. തൊട്ടയിലൊക്കെ കാണും നമ്മളെല്ലാം വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. ജനിച്ച കാലം പോലും കണ്ട് കേട്ട് വളർന്ന് നമ്മൾ ആ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. 2 ദിവസം മുമ്പിൽ പയ്യൻ അവിടെ വരികയും എന്തോ സ്വർണ്ണോ പൈസയൊക്കെ ആവശ്യപ്പെട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിൻ്റെ മുത്താപ്പമുണ്ട്, ഇതിൻ്റെ ബദറുദ്ദീൻ എന്നാണ് പേര്, പട്ടാളക്കാരനാണ്. പുള്ളിയിലിങ്ങനെ അവിടെ അവരുമ്മ പറയുന്നതായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിറങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഷയൊക്കെ ആയിരിക്കാം. പിന്നെ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി കുടുംബമാണെങ്കിൽ നമുക്ക് പറയാം ആ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, അല്ലെങ്കിൽ ആ വീട്ടുകാർ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട് അത് കച്ചറ ടീം. ഇത് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കുടുംബമല്ല. നമ്മൾ അത്രയെന്ന് വെച്ചാൽ ഇവർക്ക് വയസ്സ് 95 ആയിട്ടും അവർക്ക് വേറെ രീതിയിലുള്ള ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഈ മക്കളും കാണിച്ചിട്ടില്ല. അവർ ഭർത്താവ് മരിക്കുന്നവർ അതും അദ്ദേഹം ഇവരോട് കാണിച്ചിട്ടില്ല. കാരണം നമ്മൾ അത്രയും ഇതിൽ നമ്മളവിടെ വളർന്നിരിക്കുന്നത്. ആ ഒരു ബന്ധങ്ങൾ നമുക്കറിയാം. അഫ്വാൻ ലഹരി ഉപയോഗിച്ചിട്ടുള്ളതായും ഇതിനുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ ശാസ്ത്ര തെളിവുകൾ ആവശ്യമാണെന്നും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മോട്ടീവിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അതിപ്പോ പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് എന്താ സാർ ഇത് മനസ്സിലായത്? എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് പ്രശ്നമാണോ? ഇദ്ദേഹത്തിന് മനോവൈകൃത ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അത് ഇപ്പോൾ ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓക്കെ. സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ സാർ? എങ്ങനെയാണ്? ആ സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സിനിമയിലെ ലഹരി ഉപയോഗവും ക്രൂരമായ കൊലപാതക രംഗങ്ങളും യുവമനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം എന്ന് നിസ്സംശയം പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.